അപ്പോൾ കുറച്ച് ബിഹൈൻഡ് ദ സീൻ കണ്ടാലോ എൻ്റെ അടുക്കളയുടെ എന്തൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അവൽ ദോശ. ഇത് ഞാൻ എൻ്റെ ചാനലുണ്ടല്ലോ റീൻസ് ഡി വേൾഡ്, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി കാണുക. ഞാൻ ഓരോന്നോരോന്നായി ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. മൈദയൊന്നുമില്ല, നല്ല സോഫ്റ്റ് ദോശയാണ്. കണ്ടോ ഇത് നല്ല സോഫ്റ്റാണെന്നറിയോ? അപ്പോൾ ഞാനതിങ്ങനെ ചുട്ടുകൊണ്ടേയിരിക്കണം. അത് കൂട്ടി കഴിക്കാൻ ഇത് അധികം ചുറ്റിക്കില്ല. ഒരു ചെറിയൊരു ദോശയാണിത്. നമ്മുടെ ഇഡ്ലിയുടെ ദോശയുണ്ടല്ലോ, ഇഡ്ലി മാവിൻ്റെ, അതുപോലെയല്ല. ഇത് മട്ടൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കണു. ഇതും ഈ മട്ടൻ കറിയും പിന്നെ ഈ അവലിൻ്റെ ദോശയും ഒക്കെ കൂടി ആവണേ ഉള്ളൂ. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതുപോലെയാണ് കേട്ടോ. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഉപ്പൊന്ന് ഇട്ടേ. ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞോ ഇല്ലേ? ഞാൻ അതിൽ കുറച്ച് മല്ലിയിലാണ്. മല്ലിയില ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ചിക്കൻ മട്ടൻ ഒന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. മല്ലിയില ഇത് കണ്ടോ, ഇത് എൻ്റെ ഗ്രോ ബാഗിലുണ്ടായ, എൻ്റെ വ്ളോഗിലുണ്ട്. ഇത് അവിടെ ഉണ്ടായ പച്ചക്കറി, പച്ചമുളകാണ്. കണ്ടല്ലോ, ഇത് ഫുള്ള്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബോക്സ്, അതിലാണ് ഞാൻ ഇട്ട് വെക്കുക. ഇതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. ഇതെനിക്ക് 1 മാസത്തിൻ്റെ അടുത്തായി ഇതിങ്ങനെ. അപ്പോൾ ഇതാ എൻ്റെ മട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. പക്ഷെ ചപ്പാത്തി വരത്താൻ എനിക്ക് നല്ല മടിയാണ്. അതാണിപ്പോൾ പ്രശ്നം. അപ്പോൾ 2-3 ചപ്പാത്തി ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പേപ്പർ വിരിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുമല്ലോ. അത് ഈ പൊടികളൊക്കെ നമ്മുടെ ടൈലിൽ വീഴാതിരിക്കാൻ വേണ്ടി. അതാകുമ്പോൾ പേപ്പറിൽ മാത്രമേ വീഴുള്ളൂ. ഇത് ഇനി കുറച്ചുകൂടി പരത്താനുണ്ട് എനിക്ക്. അപ്പം ഞാനത് പരത്തിക്കൊണ്ടിരിക്കും. ചപ്പാത്തിയുണ്ട്, അവൽ ദോശയുണ്ട്. അവൽ ദോശ കുറച്ച് അവൾ ഇട്ടാൽ സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് അവൽ ദോശ കൂട്ടിയാണ്. അവൽ ദോശക്ക് നല്ല ചിലവാണ് ഇവിടെ, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ അവൽ ദോശയും പിന്നെ നമ്മുടെ മട്ടൻ കറിയും കൂടിയിട്ട്, എൻ്റെ മട്ടൻ കറിയുടെ വീഡിയോ റീൻസ് വീഡിയോയിലുണ്ട്, കണ്ടു നോക്കിക്കോളൂ. അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. എന്തൊരു സോഫ്റ്റാണെന്നറിയോ ഈ ദോശ. ഒരു ചെറിയൊരു പീസ് എൻ്റെ അമ്മേ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അടിപൊളി ശരിക്കും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലവ് യു ഓൾ. താങ്ക് യു. ബൈ. ടേക്ക് കെയർ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ബിസിയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.